ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ടോപ്പിക്കൊന്നുമില്ല. ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് ആവശ്യമായ എന്ത് മഹത്വപൂർണ്ണമായിട്ടുള്ള ഉത്തരമാണ് ഉള്ളത് എന്ന് നോക്കാൻ ഞാൻ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ എനർജി ബാലൻസിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എത്ര തന്നെ മോശമായാലും ആ ഒരു സാഹചര്യങ്ങളെ ബാലൻസിലാക്കി കൺട്രോൾ ചെയ്ത് പോകണമെന്നുള്ള ആ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ഇവിടെ എന്തായാലും നിങ്ങളുടെ സ്ഥിതി എന്ത് തന്നെ ആയാലും അതിനെ കൺട്രോളിൽ കൊണ്ടുവരുവാനുള്ള ആ ഒരു പരിവർത്തനം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ എനർജി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്. അതായത് ഇപ്പോൾ ഹെർമിറ്റ് മോഡിലായിരിക്കും നിങ്ങളുള്ളത്. അത് കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കുറച്ച് ഞാൻ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. മുന്നോട്ടുള്ള ആ ഒരു യാത്രയിൽ എനിക്ക് എന്താണ് നല്ലത്, എന്താണ് മോശം എന്ന് എനിക്ക് മനസ്സിലാകണമെങ്കിൽ എനിക്ക് സമയം ഞാൻ കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനൊരു തോന്നൽ നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. പിന്നെ സ്റ്റക്കായിട്ടിരിക്കാൻ നിങ്ങൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ലൈഫിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എത്ര തന്നെ ഐസൊലേഷനിലായാലും നിങ്ങളുടെ ആ ഒരു ചിന്ത ഇപ്പോൾ പ്രശ്നങ്ങളിലല്ല, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിലാണ് നിങ്ങളിപ്പോൾ ചിന്ത കൂടുതലായിട്ട് നോക്കുന്നത്. ഇവിടെ എനർജി നോക്കുമ്പോൾ തോന്നുന്നത് നിങ്ങളുടെ മനസ്സ് വളരെ മോശമായ അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ടെൻഷൻ ഇല്ല. ടെൻഷൻ ദൂരെ മാറ്റുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് വളരെയധികം ജാഗരൂകരാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. പക്ഷെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. അത് മാത്രമേ വിഷമമുള്ളൂ. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറിലെ ആ ഒരു സന്തോഷം എന്താണോ ആ ഒരു സന്തോഷത്തെ നിങ്ങൾ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങളെ ഹീലാക്കാൻ ആഗ്രഹിക്കുന്നു, സമാധാനം ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സമാധാനം. അപ്പോൾ ഈ ഒരു ചിന്ത നല്ലതാണ്. പക്ഷേ ഈ ഒരു ചിന്ത നല്ലതാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ മനസ്സും ഹൃദയവും മോശം അവസ്ഥയിലാണ്, കൺട്രോളിലല്ല എന്നൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ സ്വയം കൺഫ്യൂഷനായ അവസ്ഥയിലാണ് ഉള്ളത്. അതായത് നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് ഇപ്പോൾ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനായ അവസ്ഥയിലാണ് നിങ്ങൾ. ഇവിടെ സ്ഥിതികൾ എത്ര മോശമാണെങ്കിലും നിങ്ങൾക്ക് അറിയാം ഇതെൻ്റെ കൺട്രോളിലാണ്, കൺട്രോളിന് പുറത്തല്ല എന്ന്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വയം ആത്മാവിനോട് ചോദിക്കും, ഇങ്ങനെയല്ലേ നിങ്ങളുടെ ആ ഒരു മനസ്സ് അല്ലെങ്കിൽ ഹൃദയം നിങ്ങളോട് പറയുന്നത് എന്ന്. അതായത് ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരിക, എനിക്കിപ്പോൾ ഈ ഒരു സ്ഥിതിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ള ഒരു തോന്നൽ വരിക. അങ്ങനെ ഒരു തോന്നൽ വരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറ്റത്തിലേക്ക് പോകുന്നുണ്ട് എന്നാണ് അർത്ഥം. നമുക്ക് മറിച്ച് ഈ ഒരു സ്ഥിതിയെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ കൺട്രോളിന് പുറത്താണ് ഈ ഒരു സ്ഥിതി, അങ്ങനെയൊക്കെയാണ് എങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങളുടെ ലൈഫ് മാറ്റത്തിലേക്കല്ല മറിച്ച് മോശം അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന്. ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ആ ഒരു സ്ഥിതികളെല്ലാം നിങ്ങളുടെ കൺട്രോളിലാണ് ഉള്ളത് എന്ന്. ഇവിടെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് വളരെയധികം ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം പോകുന്തോറും. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്. ഒരു വ്യക്തിക്ക് ഇത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി മാറ്റത്തിലേക്ക് പോകുകയാണ് എന്നാണ്. ഇവിടെ നിങ്ങൾ ഒരു മെജീഷ്യൻ്റെ ആ ഒരു എനർജിയിലാണ് ഉള്ളത്. നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹം ഉടനെ പൂർത്തിയാവാൻ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇനി സമയത്തിൻ്റെ ആ ഒരു പ്രഭാവമോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശം സാഹചര്യങ്ങളുടെ പ്രഭാവമോ ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം നിങ്ങൾക്കറിയാം ഈ ഒരു സ്ഥിതികൾ ഇത്രയേ ഉള്ളൂ, എൻ്റെ കൺട്രോളിലാണ് എല്ലാ സ്ഥിതികളും എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇനി നിങ്ങൾ ഒരു പ്രശ്നങ്ങൾ കണ്ടും നിങ്ങൾ പേടിക്കത്തില്ല. മുമ്പേ ആണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ തിരിച്ച് അവരോടൊന്നും പറയത്തില്ല. പക്ഷേ വീട്ടിൽ വന്നിട്ട് അവരെന്തിനാ എങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇനി നിങ്ങളോട് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അത് ആലോചിച്ചുകൊണ്ട് വിഷമിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരും. ഇവിടെ മാജിക് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്വയം നിങ്ങളിലും നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിലും വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ വളരെ മോശം അവസ്ഥയിൽ കൂടെ ആയിരിക്കും നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ എന്നും പറഞ്ഞ് എപ്പോഴും അങ്ങനെ ആയിരിക്കത്തില്ല. നിങ്ങൾ സ്വയം നിങ്ങളുടെ ആ ഒരു സക്സസ്സിനെ ഉറപ്പായിട്ടും മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഉറപ്പായിട്ടും ആ സക്സസ് നിങ്ങളുടെ അടുത്തെത്തുന്നതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സക്സസ് അച്ചീവ് ചെയ്യുന്നതായിട്ട് സ്വപ്നം കാണുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ആ ഒരു സക്സസ് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിങ്ങൾ നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പറയുക.
ദേഷ്യത്തിൽ പോലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും ചെറുതായിട്ട് പോലും തെറ്റ് പറയാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ ആ ഒരു ആത്മാവിൽ ഇങ്ങനെ ഒരു ശക്തി നിറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഭാവിയിൽ ഒത്തിരി സക്സസ് ലഭിക്കണം എന്നുള്ള രീതിയിലുള്ള ശക്തി. ചില ആൾക്കാരുടെ ആ ഒരു ലൈഫിലെ ആ ഒരു വണ്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ താമസിച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെയാണ് നിങ്ങളുടെ ആ ഒരു വണ്ടി എന്ന് പറയുന്നത് താമസിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും അടുത്തടുത്ത് വന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആ ഒരു എനർജി കേതുവിൻ്റെ ആ ഒരു എനർജിയും കൂടെയാണ്. അപ്പോൾ കുറച്ച് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, അതായത് മനസ്സ് സമാധാനം ഇല്ലാതിരിക്കുക, മനസ്സെപ്പോഴും വിഷമിച്ചിരിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. കൺഫ്യൂഷൻ ഇതൊക്കെ ഉണ്ടാകും. ചില ഗ്രഹങ്ങളുടെ സ്ഥിതികൾ മാറിയും തിരിഞ്ഞും വരുമ്പോഴാണ് ടെൻഷൻ എവിടെയാണോ വേണ്ടാത്ത അവിടെ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്. ഇവിടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടും പ്രൊഫഷണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടും ഒത്തിരി ഭാരം നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇങ്ങനെ ചിന്തിക്കുന്നു, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവർ എന്തെങ്കിലും മോശം ചെയ്യുമോ എൻ്റെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ, ഇതൊക്കെയുള്ള ആവശ്യമില്ലാത്ത പല ചിന്തകളും നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് ദൈവത്തിൻ്റെ, എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിൽ 10 രീതിയിലുള്ള സംശയങ്ങളാണ്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി നെഗറ്റിവിറ്റി ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ ആലോചിച്ച്, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ആലോചിച്ചാണ് നെഗറ്റിവിറ്റി നിറയ്ക്കുന്നത് നിങ്ങൾ. ഇവിടെ നിങ്ങളൊരു യോദ്ധാവാണ്, ഏത് സാഹചര്യങ്ങളെയും പോരാടാൻ പറ്റുന്ന യോദ്ധാവാണ്. അങ്ങനെയുള്ള യോദ്ധാവ് ഒരിക്കലും ഇങ്ങനെ ഒരു ചെറിയ മോശം സാഹചര്യം കണ്ട് പതറാൻ പാടില്ല. നിങ്ങളുടെ ലൈഫിലെ എല്ലാ സ്ഥിതികളും നിങ്ങളുടെ കൺട്രോളിലാണ് ഉള്ളത്. ചില സമയം കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളുടെ എനർജി എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു കസ്തൂരി മൃഗമാണ്. അതായത് ഉള്ളിൽ ഒരു കസ്തൂരി ഉണ്ട്. ആ ഒരു കസ്തൂരിയുടെ മഹത്വം അറിയാതെ പുറമേ അത് തേടി നടക്കുന്നു. പക്ഷേ നിങ്ങളുടെ ഉള്ളിലാണ് അതുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഊർജ്ജം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ. ഇവിടെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 100-ൽ 10% നിങ്ങൾ ടെൻഷനിലല്ല, ബാക്കി 90% നിങ്ങൾ ടെൻഷനിലാണ് ഉള്ളത്. ഈ ഒരു 10% നിങ്ങൾ നിങ്ങളുടെ അന്തരാത്മാവ് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതായത് ഞാൻ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത്, ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവും എനിക്കില്ല എന്ന് നിങ്ങളുടെ അന്തരാത്മാവ് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളത് കേൾക്കുന്നില്ല. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനൊരു എനർജി നിങ്ങൾക്ക് ഉണ്ട്. ഇവിടെ നിങ്ങളുടെ നല്ല കർമ്മം ആ ഒരു സക്സസ്സിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ആ ഒരു വലിയ സക്സസ്. ഇവിടെ ഒരു സൂര്യഭഗവാൻ നിങ്ങൾക്ക് പ്രസിദ്ധിയും പേരും എല്ലാം തരുന്നതാണ്. അതായത് ഇങ്ങനെയുള്ള ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് എല്ലാവരും അറിയുന്ന രീതിയിലുള്ള പ്രസിദ്ധി. ഇവിടെ നിങ്ങൾക്ക് ലൈഫിൽ എന്ത് ഉണ്ടായാലും നിങ്ങളുടെ ശബ്ദം ഇങ്ങനെയായിരിക്കും. അതായത് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അപ്പോൾ എൻ്റെ ലൈഫ് എനിക്ക് ഒന്നും തന്നില്ല, പക്ഷേ ഞാൻ ആഗ്രഹിക്കാതിരുന്നപ്പോൾ എൻ്റെ ലൈഫ് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ തന്നു. അങ്ങനെയായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറമുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തന്നതെന്ന് നിങ്ങൾ പറയും. പക്ഷേ നിങ്ങൾക്ക് ഒരു സക്സസ് ലഭിച്ചാൽ പിന്നെ തിരികെ നിങ്ങൾ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിനെ നോക്കത്തില്ല. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ടെൻഷനുണ്ടോ അപ്പോൾ 333 നമ്പറിൻ്റെ കൂടെ തന്നെ 1010 നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച് ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിക്ടറി സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ സക്സസ്സും പേരും പ്രശസ്തിയും ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വർഷം തന്നെ ലഭിക്കുന്നതാണ്. ഇവിടെ നമ്പർ 1ൻ്റെ ആ ഒരു എനർജി കാണിക്കുന്നത് ഈ ഒരു വർഷം നമ്പർ 1 സൂര്യൻ്റെ നമ്പറാണ്. അപ്പോൾ സൂര്യൻ്റെ ആ ഒരു വർഷമാണ് ഈ വർഷം. ഈ വർഷം തന്നെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ 2 മാറ്റർ എന്ന് പറയുന്ന ഒന്ന് ഫിനാൻഷ്യൽ മാറ്ററും ഒന്ന് പേഴ്സണൽ മാറ്ററുമാണ്. ഈ 2-ലും ഒന്ന് സക്സസ് ലഭിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും വേണ്ട. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ കരിയറും നിങ്ങളുടെ പേഴ്സണൽ ലൈഫും ചില ആൾക്കാരുടെ കണ്ണുണ്ട്. അവർ അതിൽ എന്തെങ്കിലുമൊക്കെ മോശം സൃഷ്ടിക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനൊരു പേടി നിങ്ങൾക്കുണ്ട്.
ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെയുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്ന കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. പക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തെ സുരക്ഷിതമാക്കാനുള്ള ഊർജ്ജത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലോ പേഴ്സണൽ ലൈഫിലോ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം നിങ്ങളും ഈ 2 കാര്യത്തിൽ ഒരു സക്സസ് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫെയ്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. അതായത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷങ്ങളും നെയിമും ഫെയിമും എല്ലാം ലഭിക്കും എന്നുള്ളത് അത് ഫെയ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതതിനെ തകർക്കാൻ ആർക്കും സാധിക്കത്തില്ല. ഇതുവരെയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ശരിയായ ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്തിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒക്ടോബർ മന്ത് ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ പല സാഹചര്യങ്ങളും നിങ്ങളുടെ കൺട്രോളിൽ വരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നിങ്ങൾ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. എത്രത്തോളം സമയമുണ്ടോ അത്രത്തോളം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സമയം പോലും നിങ്ങൾ വെറുതെ കളയുന്നില്ല. എന്നിട്ടും മനസ്സിൽ ഒരു പേടിയാണ്. ഇവിടെ നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമായിട്ടാണ് ഉള്ളത്. പക്ഷേ പുറമേ നിങ്ങൾ സന്തോഷമായിട്ടല്ല ഉള്ളത്. അത് നിങ്ങൾ പൂർണ്ണമായിട്ടും സന്തോഷമായിട്ട് ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ആഹാരം മുന്നിൽ വരികയാണ്. ആ ഒരു ആഹാരം കഴിക്കുമ്പോൾ മനുഷ്യൻ സന്തോഷമായിട്ടല്ലേ കഴിക്കും. കാരണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം. പക്ഷെ അതുപോലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ഏതോ സ്ഥലത്ത് പോവാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ഥലത്ത് പോവുകയാണ്. പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് അവിടെ സന്തോഷം വരുന്നില്ല. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്ത് പോയിട്ട് പോലും അങ്ങനെ ഒരു മനസ്സിലൊരു സ്ഥിരതയില്ലാത്ത അവസ്ഥ. ഇവിടെ ആ ഒരു എൻജോയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളോട് തന്നെ കള്ളം പറയുന്നത് പോലെയാണ് തോന്നുന്നത് എനിക്ക്. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഹീലാവാൻ ശ്രമിക്കുക. ചില പാട്ടുകൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. അപ്പോൾ അത് കേട്ട് നിങ്ങൾ സ്വയം ഹീലാവുക. ഇവിടെ നിങ്ങൾക്ക് ആരെയോ പേടിയുണ്ട്. അതാരെന്ന് നോക്കാം നമുക്ക്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ അസുരക്ഷയോടെ ഉള്ള ഭാവത്തിൽ ഇരിക്കരുത്. സുരക്ഷിത ഭാവത്തോടെ മാത്രം ഇരിക്കുക. കാരണം നിങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷെ നിങ്ങൾക്കത് ഉള്ളിൽ ഉണ്ട്. പക്ഷെ പുറത്തത് നിങ്ങൾ കാണിക്കാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. നിങ്ങൾ പേടിക്കുന്ന ആ ഒരു വ്യക്തി കാപ്രിക്കോൺ, വർഗോ, ടോറസ് ഈ 3 രാശിയിൽ ഏതെങ്കിലും ഒരു രാശിയിലുള്ള ആളായിരിക്കാം. ഈ വ്യക്തി എപ്പോഴും നിങ്ങളോട് ഹെൽപ്പ് ചോദിക്കുന്ന വ്യക്തിയാണ്. എപ്പോഴും സിമ്പതി ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന്. ഇവരുടെ ഹെൽത്ത് വളരെ നല്ലതായിട്ടാണ് ഉള്ളത്. നല്ല ക്യാഷൊക്കെ ഉള്ള വ്യക്തിയാണ് ഈ വ്യക്തി. ഇവരുടെ കൈകളെന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കൈകളായിരിക്കത്തില്ല, ഹാർഡായിട്ടുള്ള കൈകളായിരിക്കും. അതായത് ഒത്തിരി കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരുടെ കൈകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ഭയങ്കര ഹാർഡായിട്ടുള്ള കൈകളായിരിക്കും. ഇവിടെ കൂടുതലായിട്ടും ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ എവിടെയെങ്കിലും തയ്യാറായി പോവുക, അങ്ങനെയുള്ള സ്വഭാവം ഇവർക്ക് ഉണ്ട്. ഇമോഷണലി നിങ്ങളെ ഭയങ്കരമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണിവർ. ഇവിടെ ഇവർക്ക് 2 രൂപം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഡബിൾ പേഴ്സണാലിറ്റി. അതായത് നിങ്ങളിപ്പോൾ ഇമോഷണലായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളോട് പെരുമാറുന്നതും അതേപോലെ ഇമോഷണലായിട്ടുള്ള രീതിയിലായിരിക്കും. അതായത് ഇമോഷണലായിട്ട് എങ്ങനെ നിങ്ങളോട് പെരുമാറി ഇവരുടെ കാര്യം സാധിക്കാം, അങ്ങനെയായിരിക്കും ഇവർ ചിന്തിക്കുന്നത്. ഇവിടെ ഇവരുടെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ വന്നായിട്ടും കാണാൻ സാധിക്കുന്നു. ഇത് കാരണം ഇവരെ ആലോചിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷനും പേടിയുമാണ്. അതായത് ഒരു സമയം നിങ്ങൾ ഇവരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഹെൽപ്പൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് മോശമായിട്ട് ഇവർ സംസാരിക്കുമോ എന്നൊക്കെ പേടി നിങ്ങൾക്കുണ്ട്. ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ഒരു വലിയ ടെൻഷന് കാരണമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഉറങ്ങാൻ പോയാൽ പോലും വളരെ ഓൾഡായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ദേഷ്യവും വരുന്നു. ഈ വ്യക്തി എൻ്റെ ലൈഫിലില്ല എന്നെങ്കിൽ എൻ്റെ ലൈഫ് ഇപ്പോൾ വളരെ സന്തോഷമായിട്ട് പോയേനെ, അങ്ങനെ തോന്നൽ നിങ്ങൾക്ക് വരുന്നു. ഭയങ്കര ഒരു ദേഷ്യം നിങ്ങൾക്ക് ഇവരോട് വരികയും ചെയ്യുന്നു. അത് കാരണം ഉറക്കം പോലും നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങൾ ഈ ഒരു ദേഷ്യമെല്ലാം മാറ്റി നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ശാന്തി കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം മുന്നേ നിങ്ങളോട് ആരോ തെറ്റ് ചെയ്തു. അതായത് ചെറിയ പ്രായത്തിലോ അല്ലെങ്കിൽ കൗമാരത്തിലോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞു പോയ സമയത്തോ ആരോ തെറ്റ് നിങ്ങളോട് ചെയ്തു. പക്ഷെ അതിങ്ങനെ ആലോചിച്ച് അവരോട് ദേഷ്യം വയ്ക്കരുത്. അതങ്ങ് റിലീസാക്കി കളയുക.
നിങ്ങൾ ഇത്രമാത്രം ചിന്തിക്കുക. അവർ നിങ്ങൾക്ക് ഒരു പാഠം പഠിപ്പിച്ച് തന്നു. അതായത് അവരുടെ ആ ഒരു കർമ്മം അങ്ങനെയാണ് നിങ്ങളോടുള്ള. ആ ഒരു കർമ്മം ചെയ്യാനാണ് അവർ നിങ്ങളുടെ ലൈഫിൽ വന്നത്. എന്നിട്ട് അവർ പോയി. അപ്പോൾ നിങ്ങൾ ഇനി അത് ആലോചിച്ച് വിഷമിക്കരുത്. ഒരു വ്യക്തി നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം ചിന്തിക്കുക. ആ വ്യക്തി നിങ്ങൾക്ക് എന്ത് പാഠമാണ് തന്നത് എന്ന് മാത്രം ചിന്തിക്കുക. ആ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്ന ആ ഒരു പാഠം മനസ്സിലാക്കി ഇനി നിങ്ങളെ ആർക്കും ചതിക്കാൻ സാധിക്കത്തില്ല. അതും ഒരു വലിയ കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വ്യക്തി കാർമികമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് എന്തിന് ഞാൻ ഈ ഒരു വ്യക്തിയുമായിട്ട് സമ്പർക്കം വച്ചു, എന്തിന് ഞാൻ ഇവർക്ക് സഹായം ചെയ്തു, ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ചില സമയങ്ങളിൽ നിങ്ങളോട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ ഇവരുടെ വിഷമം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം നിങ്ങൾ ഇവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ വിഷമം ഇവരോട് പറയുമ്പോൾ ഇവർ ഒരു ഫണ്ണി വേയിൽ, അതായത് ചിരിച്ചുകൊണ്ട് ആണ് ഇവർ എപ്പോഴും അത് കേട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഈ വ്യക്തി നിങ്ങളുടെ വിഷമത്തിനെ ഒരു തമാശ രൂപേണ എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കത് വളരെ മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ എടുത്തിട്ടില്ല, പക്ഷേ ഈ വ്യക്തി അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നി ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, പിന്നെ എന്തിനാ എൻ്റെ വിഷമം പറയുമ്പോൾ ഇവർ തമാശയായിട്ട് കണ്ട് ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഇവരുടെ ജീവിതത്തിൽ ഇവർ ആഗ്രഹിച്ച രീതിയിൽ ഒരു കാര്യം നടന്നിട്ടില്ല. എന്തോ നഷ്ടം ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു വ്യക്തി പൈസയുടെ ആ ഒരു ലോബിയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തി പവറാണ് ആഗ്രഹിച്ചത്. എല്ലാ സുഖ സൗകര്യങ്ങളും ആഗ്രഹിക്കുന്നു. ഇവർ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഇവരുടെ കൺട്രോളിൽ ഇരിക്കണമെന്നാണ്. അതായത് ഇവർ പറയും പോലെ എല്ലാവരും കേൾക്കണം, അങ്ങനെ കൺട്രോൾ ഇരിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. എപ്പോഴേക്കും നിങ്ങളും ഇവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമോ അപ്പോഴെല്ലാം വളരെ ഗഹന ഭാവത്തോടെ നിങ്ങൾ പറയുന്നത് ഇവർ കേൾക്കാറുണ്ട്. ഇവർ ഇങ്ങനെ കേൾക്കാൻ കാരണം നിങ്ങളുടെ ആ ഒരു കുറവ് എന്താണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ കേൾക്കുന്നത്. ഇവിടെ എപ്പോഴാണോ നിങ്ങളുടെ ആ ഒരു സിമ്പതി ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ മുമ്പിൽ നിങ്ങൾ അവതരിപ്പിച്ചത് അപ്പോഴെല്ലാം ഇവർ നിങ്ങളെ തമാശ രീതിയിൽ കളിയാക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം അത്രമാത്രം വേദനിച്ചു. ഇവിടെ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇവർക്ക് നല്ലതുപോലെ അറിയാം. ഇവിടെ ഇവർക്ക് എന്തോ നഷ്ടമായിട്ടുണ്ട്. ആ ഒരു നഷ്ടം നോക്കുകയാണെങ്കിൽ ഒത്തിരി വിഷമവും ഇവർക്കുണ്ട് ആ ഒരു നഷ്ടം ആലോചിച്ച്. ഇവരെ ഒന്ന് നിങ്ങൾ ശ്രദ്ധ വയ്ക്കുക. കാരണം ഇവർ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ മുന്നേയും ആരോടോ തെറ്റ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആരോടോ വളരെ മോശമായ രീതിയിൽ ഇവർ പെരുമാറിയിട്ടുണ്ട്. ഒന്നല്ല 2 പേരോടാണ് ഇവർ മോശം ചെയ്തത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ ഒട്ടും തന്നെ ലൈഫിൽ കഠിനാധ്വാനം ചെയ്യാതെ എല്ലാം സ്വന്തമാക്കുന്ന ആ ഒരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ സൂക്ഷിക്കണം. ഇവിടെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പേടിയുമാണ് ഈ ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ട്. ഇവിടെ ആരെയും നിങ്ങൾ പേടിക്കാൻ പാടില്ല. ദൈവമാണ് ഏറ്റവും വലുത്, അതിനപ്പുറം വേറെ ഒന്നുമില്ല. പിന്നെ എന്തിനു നിങ്ങൾ പേടിക്കണം? ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തെങ്കിലും രീതിയിലുള്ള പാറ്റേണിൽ നിങ്ങളെ ഇവർ കൊണ്ട് എത്തിക്കുമോ എന്നാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. ഇവിടെ ദൈവം പറയുന്നത് ആവശ്യമില്ലാത്ത ആ ഒരു ടെൻഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാനാണ്. ഇനി നിങ്ങൾ ഇത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നു, ഇനി നിങ്ങൾക്ക് എപ്പോഴാണ് സക്സസ് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആവശ്യമില്ലാത്ത ഒരു പേടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ട്. അതായത് അടുത്തടുത്ത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും വരുന്നത് കൊണ്ടുള്ള ആ ഒരു പ്രഭാവം കൊണ്ടുണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റ് ഫിക്സ് ആക്കി വയ്ക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഒരു ട്രാൻസ്ഫർമേഷൻ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു വർക്ക് എത്ര തന്നെ ഹാർഡായാലും നിങ്ങൾക്ക് വിജയം ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ലൈഫ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമങ്ങൾ തരുന്നു, പക്ഷെ മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് സക്സസ്സും ഹാപ്പിനെസ്സും ആണ് തരാൻ പോകുന്നത്. ചില ഹെൽത്ത് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്, അതും നിങ്ങൾക്ക് ടെൻഷൻ ആകുന്നുണ്ട് ആ ഒരു ഹെൽത്ത് പ്രോബ്ലം ആലോചിച്ചും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിജയത്തെ മോശം ആൾക്കാരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഒരു കാര്യവും തെറ്റായിട്ടല്ല ഉള്ളത്, അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് ചില വ്യക്തി നിങ്ങളോട് കള്ളമാണ് പറയുന്നത് എന്ന്. അതായത് നിങ്ങളുടെ ചുറ്റിലുമുള്ള ആരോ ആണോ എന്നറിയത്തില്ല, ഒരു വ്യക്തി നിങ്ങളോട് കള്ളം പറയുന്നു എന്ന് തോന്നുന്നു നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ടും നിങ്ങളുടെ മനസ്സിലൊരു പേടിയുണ്ട്.
കുറച്ച് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ദുഃഖത്തിലാണുള്ളത്. പഴയ എന്തോ ഒരു വേദന ഇപ്പോൾ വന്ന് നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആരോ നിങ്ങളെ ചതിച്ചു. അത് കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. ആ ഒരു സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് ധൈര്യം വച്ചു ആ ഒരു സാഹചര്യത്തിൽ. അതായത് ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളെ ചതിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കേണ്ട അവസ്ഥ. ആ ഒരു അവസ്ഥ നല്ലതുപോലെ നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, എന്നിട്ട് പോലും നിങ്ങൾക്ക് അവിടെ മറ്റൊരാളുടെ ആ ഒരു തെറ്റ് അനുഭവിക്കേണ്ട അവസ്ഥ വന്നു. ഇവിടെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തിയുടെ മുഖമാണ്, നിങ്ങളെ ചതിച്ച ആ ഒരു വ്യക്തി. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവർ നിങ്ങളെ ചതിച്ചത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ രാശി ഈ ഒരു രാശി തന്നെയാണ്, സ്ട്രോങ് ആയിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രാശിയിലുള്ള ആളാണ് അവരെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ ഈ വ്യക്തി തന്നെയാണ് എന്ന്. അപ്പോൾ ഈ വ്യക്തി വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ വരികയാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇവരെ വിശ്വസിക്കരുത്. ഇവിടെ 2 വ്യക്തികളാണ് നിങ്ങളെ വിഷമിപ്പിച്ചത്. ആ 2 വ്യക്തികളും ടെയും ആ ഒരു മുഖം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 2 പ്രാവശ്യം നിങ്ങളെ വിഷമിപ്പിച്ചു 2 വ്യക്തികൾ. അപ്പോൾ ഈ 2 വ്യക്തികൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ന്യായം സംഭവിക്കുക തന്നെ ചെയ്യും. ഇനി നിങ്ങളുടെ കൂടെ ഒരു ചതി ഉണ്ടാവുകയില്ല. അത് നിങ്ങളുടെ ആ ഒരു പവറിൽ വരുമ്പോൾ ശരിയായിട്ടുള്ള വ്യക്തി ഏത്, മോശമായിട്ടുള്ള വ്യക്തി ഏതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ എപ്പോഴാണോ നിങ്ങൾക്ക് ലൈഫിൽ നല്ലത് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു നെഗറ്റിവിറ്റി പുറത്ത് വരും. കാരണം നിങ്ങളുടെ ഒരു പാഠം മനസ്സിലാക്കി തരും. അതായത് ഇങ്ങനെ കുറേ ആൾക്കാർ നിങ്ങളെ ചതിച്ചിട്ട് പോയി, അവരിൽ നിന്ന് നിങ്ങൾക്കൊരു പാഠം ലഭിച്ചിട്ടുണ്ട്. ആ പാഠം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതിനു വേണ്ടിയാണ് ആ ഒരു നെഗറ്റിവിറ്റി മുന്നിൽ വരുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം മാത്രം പറയാം, നിങ്ങളുടെ ഹൃദയം എന്താണോ നിങ്ങളോട് പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ആരുടെയും സജഷൻ നിങ്ങൾ ചോദിക്കാൻ പോവരുത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ ഒരു സൗണ്ട് എന്ന് പറയുന്ന ഈശ്വരൻ്റെ ആ ഒരു സൗണ്ടാണ്. ഇവിടെ ഒരു കുതിര ഭയങ്കരമായിട്ട് വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബാക്കിലത്തെ കാല് കുറച്ചൊന്ന് തറയിൽ മുട്ടുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ സംഘർഷങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അതിനെ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു വർക്കിൽ ഭയങ്കരമായിട്ട് പാഷനേറ്റീവാണ് നിങ്ങൾ. ആ ഒരു വർക്കിൽ സക്സസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉണ്ടാകും. കാരണം അതിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിപരമായിട്ട് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. കാരണം നിങ്ങളുടെ ബുദ്ധി അതനുസരിച്ച് വർക്കാവുന്ന അനുസരിച്ച് നിങ്ങളുടെ സമയം വെറുതെ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഇത്രത്തോളം നല്ലതായിട്ട് നിങ്ങളുടെ ആ ഒരു വർക്ക് ചെയ്യും. നിങ്ങളുടെ ആ ഒരു വർക്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തുഷ്ടി ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങൾ അങ്ങനൊരു വ്യക്തിയാണ്. എത്ര വർക്ക് ചെയ്താലും നിങ്ങൾ തളരത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് റെഡ് ഓർ ബ്ലൂ കളർ കോമ്പിനേഷൻ ആയിരിക്കും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. മുന്നേക്ക് മൂണിൻ്റെ എനർജി വരുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ ഓർമ്മകൾ വരുമായിരുന്നു. ഇവിടെ 2 വ്യക്തികൾ നിങ്ങളെ വളരെ മോശം രീതിയിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയം ഒരു വ്യക്തിയോടുള്ള നമ്മുടെ ആ ഒരു ട്രസ്റ്റ് പോലും ഇല്ലാതാവുന്ന അവസ്ഥ. പക്ഷെ ആ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജസ്റ്റിസ് ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഈ ഒരു 2 വ്യക്തികൾക്ക് അവർ ചെയ്ത ആ ഒരു കർമ്മത്തിന്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വർക്കിൽ പാഷനേറ്റ് ആയിട്ടിരിക്കുക, വർക്കിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി നിങ്ങൾ അങ്ങോട്ട് റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിൽ എന്ത് ഈവൻ്റ് ഉണ്ടെങ്കിലും അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഹാപ്പിനെസ് ആയിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ചുമ്മാ ഇരിക്കുന്നവരാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എന്തെങ്കിലും ജോലി ചെയ്യണം, അതിനു വേണ്ടി എന്തെങ്കിലും നോക്കാമെന്ന്. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുന്നതായിട്ട് അങ്ങനെ ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് ഇൻകത്തിൻ്റെ ആ ഒരു സോഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കരിയറിൽ പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഇതെല്ലാം ഒരു ഗ്രോത്ത്, ഇതെല്ലാം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കൂ, നിങ്ങളുടെ വർക്കിൽ വിശ്വസിക്കൂ, ഫോക്കസ് കൂടുതലായിട്ട് വർക്കിൽ കൊടുക്കൂ. ഇവിടെ പാഷനേറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കുക, ഒന്നും പറയാതെ തന്നെ, അങ്ങനെ ഉള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. കൂടാതെ മറ്റൊരാളുടെ ആ ഒരു ഗ്രോത്തിന് സപ്പോർട്ടായിട്ട് ഇരിക്കുക. അങ്ങനെ
അതായത് ഒരു നല്ല ബന്ധം എന്ന് പറയുന്നത് അങ്ങനെയാണ്. മറ്റൊരാളുടെ ഇമോഷൻസിനെയും എല്ലാം അവർ പറയാതെന്നെ അറിഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി. അത് തന്നെയാണ് യഥാർത്ഥ ബന്ധം. ഇനി ഒരു അപകടവും നിങ്ങൾക്ക് അപകടമായിട്ട് തോന്നത്തില്ല. എല്ലാ അപകടത്തെയും നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് മാറ്റിക്കളയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു അപകടം പോലും നിങ്ങളെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവർക്ക് ഒരു പേടിയുമില്ലല്ലോ ഞാൻ ഇവരുടെ അടുത്ത് വന്നിട്ട് എന്ന്. കാരണം ഒരാൾ മജീഷ്യൻ്റെ ആ ഒരു എനർജി വരുമ്പോൾ അവരുടെ ആ ഒരു പേടി പോലും മാറിപ്പോകുന്നു. ഇത്രയും ഭയാനകമായിട്ടുള്ള രൂപത്തിൽ വേദന സഹിച്ചിട്ടുള്ളവർക്ക് എത്ര അപകടം വന്നാലും അവിടെ പേടി ഉണ്ടാവത്തില്ല. അപ്പോൾ ഇവിടെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ആരൊക്കെ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്ക് അവരുടെ ആ ഒരു കർമ്മ റിട്ടേൺ കൊടുക്കുന്നതാണ് ഈശ്വരൻ. ഈശ്വരനിൽ മാത്രം വിശ്വസിക്കുക നിങ്ങൾ. ഇവിടെ ലൈഫിൽ നിങ്ങൾക്ക് എത്ര തന്നെ സംഘർഷങ്ങൾ ലഭിച്ചാലും ദൈവം നിങ്ങൾക്ക് ഒരു വിശേഷപ്പെട്ട ഒരു പദവിയിൽ നിങ്ങളെ കൊണ്ട് ഇരുത്തും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.